ഫസ്റ്റ് വൺ ടൈം ഒബ്ജക്ഷൻ അഥവാ കസ്റ്റമർ പർച്ചേസിനെ ഡിലേ ചെയ്യിപ്പിക്കുക. നമ്മൾ പ്രൊഡക്റ്റ് നോളജ് കൊടുത്തു, സർവീസ് കൊടുത്തു, എഡ്യൂക്കേറ്റ് ചെയ്തു, സൊല്യൂഷൻ കൊടുത്തു, ഒക്കെ ചെയ്തിട്ടും കസ്റ്റമർ പറയാണ് നോക്കിയിട്ട് പറയാം വരാറുണ്ടോ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് പറയാറുണ്ടോ, 1 മന്ത് കഴിഞ്ഞിട്ട് പറയാം. ഇതിന്റെ റീസൺ എന്താ? ഈ ഒബ്ജക്ഷൻ ഇതൊരു ഒബ്ജക്ഷനാണ്. കസ്റ്റമർ ആ ഒരു സെയിൽസിൽ നിന്ന് കൺവേർട്ട് ആവണം. ഈ സമയത്ത് നിങ്ങളുടെ CBI വർക്ക് ചെയ്യണം. ഇതൊരു ടൈം ഒബ്ജക്ഷനാണ്. അഥവാ ടൈം ഒബ്ജക്ഷൻ വരാൻ ഒരേ ഒരു റീസൺ ഉള്ളൂ സെയിൽസ്. ഈ പ്രൊഡക്റ്റ് കസ്റ്റമർ ടൈം ഒബ്ജക്ഷൻ പറയാണ് ഇപ്പോൾ വേണ്ട, നെക്സ്റ്റ് വീക്ക് മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ പ്രയോറിറ്റി ലിസ്റ്റിലില്ല. എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഒബ്ജക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? ഈ ഒരു പ്രൊഡക്റ്റ് ആ കസ്റ്റമർ ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങണമെങ്കിൽ ഈ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യണം? അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. ഇത് കോർപ്പറേറ്റ്സിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സിനാരിയോസ് ഉണ്ട്. അഥവാ ഈ കോർപ്പറേറ്റ്സ് ചെയ്യുന്നത് ഡെഡ് ലൈൻ സിനാരിയോ ഡെവലപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോണിന്റെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടോ ആരെങ്കിലും? അതിൽ നിങ്ങളെ ഈ ടൈം ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ സിനാരിയോ ഉണ്ടാവും. ഒരു ഓപ്പണിംഗ് ഡേറ്റും ഒരു ക്ലോസിംഗ് ഡേറ്റും ഉണ്ടാവും. 1 ലക്ഷം രൂപ ലോൺ വന്നിട്ടുണ്ട്, പക്ഷേ 10 ദിവസത്തെ ഗ്യാപ്പ് ഉള്ളൂ. ഇത് എന്തിനാ കൊണ്ടുവരുന്നത്? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എനിക്കിത് നഷ്ടപ്പെടുന്നുള്ള ഒരു ഇമോഷനെ, ഫീലിനെ അവരുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സിനാരിയോ ഡെവലപ്പ് ചെയ്യുന്നത്. 20 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ മാറും? പോവോ? അല്ല. പക്ഷേ ഈ ഒരു സെയിൽ, ഈ ഒരു കസ്റ്റമർ ആ ഡിസിഷൻ എടുക്കണമെങ്കിൽ ഈ 20 ദിവസം, ഈ 10 ദിവസം അവരുടെ മുമ്പിൽ വെക്കുന്ന ഡെഡ് ലൈൻ ആണ്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് സിനാരിയോ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഡെഡ് ലൈൻ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ഈ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ സർവീസോ ഇപ്പൊ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് വാല്യൂ പ്രൊപ്പോസിഷനാണ് കിട്ടുക? അവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഓഫർ കൊടുക്കാൻ പറ്റും, ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സേവിങ്സ് കിട്ടും. ശരിക്കും ഇതിന് പേയ്മെന്റ് വരുന്നത് 85 ലക്ഷം രൂപയാണ്. പക്ഷേ ഇന്ന് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു കമ്പനിയുടെ ഒരു ഇയർ എൻഡിങ് ഓഫർ നടക്കുന്നുണ്ട്. 8.5 എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരു അർജൻസി ജനറേറ്റ് ചെയ്യാം.